നമസ്കാരം. വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഐഹിക ജീവിതകാലവും ചിത്രീകരിക്കുന്ന ശ്രദ്ധേയമായ പരമ്പരകളുമായി ലോകപ്രസിദ്ധ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ BBC രംഗത്ത് വരുന്നു. 2027 സംപ്രേഷണം ചെയ്തു. അപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ശ്രദ്ധേയ വാർത്ത കൂടെ പുറത്തു വരുന്നു. ഛത്തീസ്ഗഡിൽ 26-ലധികം ക്രൈസ്തവ കുടുംബങ്ങൾ തങ്ങളുടെ വിശ്വാസ നിമിത്തം കുടിയിറക്ക് ഭീഷണി നേരിടുന്നു. പലരും വനത്തിലേക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും പലായനം ചെയ്യുന്നതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമാക്കാം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആദ്യം. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിൽ. വനത്തിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും പലായനം ചെയ്ത് 26-ലധികം കുടുംബങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്ര പരമ്പര നിർമ്മിക്കാൻ BBC ഒരുങ്ങുന്നു. 2027 സംപ്രേഷണം ചെയ്യും. നൈജീരിയയിൽ വീണ്ടും ഭീകരാക്രമണം. പാസ്റ്റർ അടക്കം 22 ക്രൈസ്തവർ ദാരുണമായി കൊല്ലപ്പെട്ടു. യേശുവിന്റെ ദൈവത്വം പ്രഖ്യാപിക്കുന്ന ആദിമസഭയുടേതെന്ന് കരുതുന്ന പുരാവസ്തു അമേരിക്കയിലെ മ്യൂസിയം ഓഫ് ദി ബൈബിളിൽ പ്രദർശനത്തിനെത്തി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ക്രൈസ്തവന്റെ വീട് തല്ലിത്തകർത്ത് സുവിശേഷ വിരോധികൾ. മതനിന്ദ ആരോപണം പൊളിഞ്ഞു. അന്ധനായ ക്രൈസ്തവ വിശ്വാസിയെ പാകിസ്ഥാൻ കോടതി വെറുതെ വിട്ടു. ജെൻസി തലമുറ യേശുവിൽ കൂടുതൽ ആകൃഷ്ടരാണോ? പുതിയ സർവേ ഫലവുമായി US-ലെ ലൈഫ് വേ റിസർച്ച് സെന്റർ. വെനിസ്വേലയിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ സജീവമായി രംഗത്ത് വന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ CEM ജനറൽ കൗൺസിലിന് പുതിയ ഭാരവാഹികൾ. പ്രവർത്തനോദ്ഘാടനം ജൂലൈ 10 കൊട്ടാരക്കര. പ്രവാസികൾക്ക് കനത്ത പ്രഹരം. കുവൈറ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ ഫീസ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ എംബസി. കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന സർവീസുകൾ ജൂലൈ 1 മുതൽ പുനരാരംഭിച്ചു. സ്പെഷ്യൽ സ്റ്റോറി: ബൈബിൾ വിവർത്തകൻ ഇനി സോളമൻ ദ്വീപുകളുടെ അധിപതി. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമായി നോക്കാം. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്നതായും കുടുംബങ്ങൾ വനത്തിലേക്കും മറ്റ് ഗ്രാമീണ മേഖലകളിലേക്കും പലായനം ചെയ്യുന്നതായും റിപ്പോർട്ട്. ഗ്രാമത്തിലെ ഭീഷണികളെ തുടർന്ന് ആദിവാസി ക്രിസ്ത്യൻ കുടുംബം കാട്ടിലേക്ക് പലായനം ചെയ്ത സംഭവം UCA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസം പുലർത്തിയത് നിമിത്തം ജൂൺ 28 ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ 6 പേരടങ്ങുന്ന ഒരു ആദിവാസി കുടുംബം തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ 26 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. മധ്യേന്ത്യയിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ നാരായൺപൂർ ജില്ലയിലെ ഒരു ആദിവാസി കുടുംബത്തെ പരമ്പരാഗത ഗോത്രവിശ്വാസങ്ങൾ പിന്തുടരുന്നതിന് പകരം ക്രിസ്തുമതം ആചരിച്ചതിന്റെ പേരിൽ ഗ്രാമവാസികൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് 4 സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 6 അംഗ ആദിവാസി കുടുംബം ഒരു വനത്തിൽ അഭയം പ്രാപിച്ചു. സ്വാധീനമുള്ള ഗ്രാമവാസികൾ അക്രമം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജൂൺ 28 ബരാന്ദ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ടെയോഡോഹൂർ ഗ്രാമത്തിലെ കുടുംബം വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്ന് കുടുംബത്തലവൻ റേസിംഗ് കാരങ്ക പറഞ്ഞു. ഞങ്ങൾ ഉടൻ വീട് വിട്ടു പോയില്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് ചില ശക്തരും സ്വാധീനമുള്ളവരുമായ ഗ്രാമീണർ ഭീഷണിപ്പെടുത്തി. സമ്മർദ്ദത്തിന് വഴങ്ങി ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ പോയി. ജൂൺ 29 കരങ്ക ഒരു മാധ്യമത്തോട് വ്യക്തമാക്കി. തങ്ങളുടെ ക്രിസ്ത്യ വിശ്വാസം പരസ്യമായി ഉപേക്ഷിക്കാതെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് കരങ്ക പറഞ്ഞു. പക്ഷെ അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല. എൻ്റെ 4 കുട്ടികളും വ്യത്യസ്ത സ്കൂളുകളിൽ പഠിക്കുന്നു. എവിടേക്ക് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഞങ്ങൾക്ക് ഒരു നിശ്ചയവുമില്ല, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഔദ്യോഗികമായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടില്ലെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ പേരിൽ ഗ്രാമം ഞങ്ങളെ ബഹിഷ്കരിച്ചു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബം പോലീസിൽ പരാതി നൽകാൻ പദ്ധതിയിടുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ ക്ലാസുകൾ ആരംഭിച്ചു, പക്ഷെ അവ ഞങ്ങൾക്ക് നഷ്ടമാകും, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു. പോകുന്നതിന് മുമ്പ് കുടുംബത്തിന് അവരുടെ പുസ്തകങ്ങളും യൂണിഫോമുകളും എടുക്കാൻ കഴിഞ്ഞില്ല എന്നും വിശദീകരിച്ചു. ഒരു സുഹൃത്ത് കാട്ടിൽ ഭക്ഷണം കൊണ്ടുവന്നതിന് ശേഷമാണ് കുടുംബത്തിന് ആദ്യ ഭക്ഷണം ലഭിച്ചതെന്നും പിതാവായ കരങ്ക പറഞ്ഞു. ജൂൺ 27 ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റൊരു വിദൂര ഗ്രാമത്തിൽ നിന്നുള്ള ഏകദേശം 13 ക്രിസ്ത്യാനികളെ പുറത്താക്കിയിരുന്നു. ക്രിസ്തു വിശ്വാസത്തിന്റെ പേരിൽ അവർ ക്രിസ്തുമതം ഉപേക്ഷിക്കാതെ ഒരിക്കലും തിരിച്ചു വരരുതെന്നും ആവശ്യപ്പെട്ടതായും ഫരന്ത ഗ്രാമത്തിലെ താമസക്കാരനായ ഗുഡുറാം കുമേദി പറയുന്നു. താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ഔദ്യോഗികമായി ക്രിസ്തുമതം മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. പ്രാദേശിക പോലീസിൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ കുടുംബങ്ങൾ അവരുടെ സുരക്ഷയ്ക്കായി നാരായൺപൂർ ജില്ലാ ആസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. കുമേദി ജൂൺ 29 ഒരു ക്രിസ്ത്യൻ മാധ്യമത്തോട് പറഞ്ഞു. ക്രിസ്ത്യ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന ഗ്രാമീണരുടെ ആവശ്യം നിരസിച്ചാൽ കുടിയിറക്കപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന 26 കുടുംബങ്ങളിൽ തന്റെ കുടുംബവും ഉൾപ്പെടുന്നുവെന്ന് കുമേദി വ്യക്തമാക്കി.
ജൂൺ 23-ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100-ലധികം ആളുകളെ അവരുടെ ക്രിസ്ത്യ വിശ്വാസം കാരണം വീടുകളിൽ നിന്ന് പുറത്താക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി. ക്രിസ്ത്യാനികൾ ആദ്യം എതിർത്തെങ്കിലും ഒടുവിൽ അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കി. പോലീസും മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥരും ഇടപെട്ട് അവരെ തിരികെ കൊണ്ടുപോകുന്നതുവരെ മരങ്ങൾക്കടിയിലാണ് അവർ അഭയം പ്രാപിച്ചത്. ഞങ്ങൾ ഇപ്പോൾ 1 മാസത്തെ അന്ത്യശാസനത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഒന്നുകിൽ ക്രിസ്തുമതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഗ്രാമം എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നതാണ് ഗ്രാമവാസികളുടെ നിർദ്ദേശം. കുമേദി പറയുന്നു. ലോക്കൽ പോലീസിലും ജില്ലാ പോലീസിലും പരാതി നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തലമുറകളായി ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വിസമ്മതിക്കുകയാണ്. ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വീടുകൾ, കൃഷിയിടങ്ങൾ, കന്നുകാലികൾ എന്നിവയെല്ലാം ഗ്രാമത്തിലാണ്. അവ ഞങ്ങളുടെ വരുമാന സ്രോതസ്സാണ്. ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു, കുമേദി വ്യക്തമാക്കി. വിശ്വാസത്തിന്റെ പേരിൽ ദുർബലരായ ആദിവാസി ദളിത് ജനതയെ അടിച്ചമർത്തുന്നതിനെ തങ്ങൾ എതിർക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും ഇടതുപക്ഷ സൈദ്ധാന്തികനും അഭിഭാഷകനുമായ ഫുൽസിംഗ് കച്ലം പറഞ്ഞു. ഇന്ത്യ ഒരു ഭരണഘടനാപരമായ ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് അവരുടെ മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംസ്ഥാനം ഉൾപ്പെടെ ആർക്കും ആ തിരഞ്ഞെടുപ്പ് നിർദ്ദേശിക്കാൻ കഴിയില്ല. ജൂൺ 29-ന് കാച്ചിലം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദുരിതബാധിത ഗ്രാമങ്ങളിലെ ക്രിസ്ത്യാനികളെ കുടിയിറക്കാൻ അനുവദിക്കുന്നതിന് പകരം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അദ്ദേഹം അധികാരികളോട് അഭ്യർത്ഥിച്ചു. 2022-ന്റെ 2ാം പകുതിയിൽ വലിയ തോതിലുള്ള ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നാരായൺപൂർ, കൊണ്ടഗാവ് ജില്ലകളിലെ 1000-ലധികം തദ്ദേശീയ ക്രിസ്ത്യാനികൾ വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിരുന്നു. അതിനുശേഷം സാമൂഹിക ബഹിഷ്കരണങ്ങൾ, പൊതു ജലസ്രോതസ്സുകളിലേക്കുള്ള പ്രവേശന നിയന്ത്രണങ്ങൾ, ഗ്രാമത്തിലെ ശ്മശാനങ്ങളിൽ മരിച്ചവരെ സംസ്കരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ ഉൾപ്പെടെ ക്രിസ്ത്യാനികൾക്കെതിരായ വിവിധ തരത്തിലുള്ള വിവേചനങ്ങൾ സംസ്ഥാനം തുടർന്നും നേരിടുന്നു. ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം പ്രാദേശിക സമൂഹങ്ങൾക്ക് ദൗർഭാഗ്യം വരുത്തുമെന്ന അവകാശവാദങ്ങളാൽ ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും ന്യായീകരിക്കപ്പെടുകയാണ് ഗ്രാമീണ മേഖലകളിൽ. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ അവകാശ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഛത്തീസ്ഗഡിൽ 2024 ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് 165 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 2ാമത്തെ ഉയർന്ന സംഭവമാണ്. ഛത്തീസ്ഗഡിലെ ഏകദേശം 30 ദശലക്ഷം ജനസംഖ്യയിൽ ക്രിസ്ത്യാനികൾ കേവലം 2% താഴെയാണ്. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും ഐഹിക ജീവിതകാലത്തെയും കുറിച്ചുള്ള 4 ഭാഗങ്ങളുള്ള ഒരു ചരിത്ര ഡോക്യുമെന്ററി പരമ്പര നിർമ്മിക്കാൻ ആഗോള ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ BBC-യുടെ തീരുമാനം. 2027 സംപ്രേഷണം ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ ലാൻഡ്മാർക്ക് പരമ്പര വർഹുഡ് സ്റ്റുഡിയോസ് ആണ് നിർമ്മിക്കുന്നത്. ഏറ്റവും പുതിയ പുരാവസ്തു ശാസ്ത്രം, ചരിത്ര ഗവേഷണം, സിനിമാറ്റിക് കഥ പറച്ചിൽ എന്നിവ സംയോജിപ്പിച്ച് യേശുവിന്റെ ജീവിതത്തെയും ക്രിസ്തുമതത്തിന് ജന്മം നൽകിയ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തെയും പരിവേഷണം ചെയ്താണ് പരമ്പര നിർമ്മിക്കുന്നത്. പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി 1-ാം നൂറ്റാണ്ടിലെ യഹൂദിയയുടെ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഭൂപ്രകൃതിയിൽ യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പുതിയ പരമ്പര നിർമ്മിക്കുന്നത്. പ്രമുഖ ചരിത്രകാരന്മാർക്കും ക്രിസ്ത്യൻ പണ്ഡിതന്മാർക്കും പുറമെ യേശുവിന്റെ ആഗോള പൈതൃകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ജൂത, മുസ്ലിം വിശ്വാസ നേതാക്കളുടെ സംഭാവനകളും ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തും. ചരിത്രപരമായ ഗവേഷണങ്ങൾ, പുരാവസ്തു കണ്ടെത്തലുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയെ സമന്വയിപ്പിച്ചായിരിക്കും ഈ പരമ്പര തയ്യാറാക്കുക. ആ കാലഘട്ടത്തിലെ ലോകത്തെയും അവിടെ യേശുക്രിസ്തു ഉണ്ടാക്കിയ സ്വാധീനത്തെയും മനസ്സിലാക്കാൻ സുവിശേഷങ്ങളെയും മറ്റ് ചരിത്രരേഖകളെയും ഇതിനായി ആശ്രയിക്കും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ ചരിത്ര വിശകലനങ്ങളും ക്രൈസ്തവ ചിന്തകരുടെ അഭിപ്രായങ്ങളും പരമ്പരയിൽ ഉൾപ്പെടുത്തും. ടോം ഹങ്കസിനൊപ്പം ചിത്രീകരണത്തിൽ പേരുകെട്ട അന്നാബെൽ ഹോബ്ലിയാണ് പരമ്പര സംവിധാനം ചെയ്യുന്നത്. BBC-യുടെ ജാക്ക് ബൂട്ടലും ഡെയ്സി സ്കാൽച്ചിയും കമ്മീഷൻ ചെയ്ത ഈ പ്രോജക്റ്റ് ITV സ്റ്റുഡിയോസ് അന്താരാഷ്ട്ര തലത്തിൽ വിതരണം ചെയ്യും. BBC മീഡിയ സെന്ററിൽ കാഴ്ചക്കാർക്ക് പ്രൊഡക്ഷൻ അപ്ഡേറ്റുകൾ നേരിട്ട് ട്രാക്ക് ചെയ്യാനും കഴിയും. ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വ്യക്തമാക്കാൻ ഈ ടെലിവിഷൻ പരിപാടികൾ സഹായിക്കുമെന്ന് ബ്രോഡ്കാസ്റ്റർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ BBC നിർമ്മിക്കുന്ന പ്രസ്തുത പരമ്പര ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. നൈജീരിയയിൽ പ്ലേറ്റോ സംസ്ഥാനത്തുള്ള മുഷേര നഗരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ ഒരു പാസ്റ്റർ ഉൾപ്പെടെ 22 ക്രൈസ്തവർ ദാരുണമായി കൊല്ലപ്പെട്ടു. മേഖലയിലെ സന്നദ്ധ സംഘടനയായ ഐറിഷ് ഗ്ലോബൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. തീവ്രവാദികൾ പാസ്റ്ററുടെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയ ശേഷം അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പാസ്റ്റർ അടക്കം എല്ലാവരും തൽക്ഷണം മരിച്ചു.
സംഭവ ദിവസം ഭവനത്തിൽ പ്രാർത്ഥനയിലായിരുന്നവരെ ലക്ഷ്യമിട്ടാണ് ആക്രമികൾ വന്നതെന്നും പ്രാദേശിക മതവാദികൾ ഇവരെക്കുറിച്ച് തീവ്രവാദികൾക്ക് അറിവ് കൊടുത്തതിന് പിന്നാലെയാണ് തീവ്രവാദികൾ എത്തിയതെന്നും പോലീസ് സംശയിക്കുന്നു. ആക്രമണം നടക്കുമ്പോൾ 1 മൈൽ മാത്രം അകലെ നൈജീരിയൻ സൈന്യത്തിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നിട്ടും അവർ സംഭവ സ്ഥലത്തെത്താൻ 2 മണിക്കൂറിലധികം വൈകിയെന്ന് ഐറിഷ് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്ലിന്റ് ലിയോൺസ് പറഞ്ഞു. ഇതൊരു ദുരന്തം മാത്രമല്ല എന്ന് ഞാൻ പറയും, ഇതൊരു പതിവ് മാത്രമാണ്. ഈ ആക്രമണങ്ങൾ ഇനി ഒറ്റപ്പെട്ടതല്ല, അവ പ്രതീക്ഷിക്കപ്പെടുന്നതായി മാറുകയാണ്. ക്ലിന്റ് ലിയോൺസ് CBNന്റെ ക്രിസ്ത്യൻ വേൾഡ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ നൈജീരിയൻ സർക്കാർ പ്രദേശത്തെ ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയോട് പ്രതികരിക്കുന്നില്ലെന്ന് തോന്നുന്നു. സൈന്യം നിഷ്ക്രിയമായിരുന്ന സമയത്താണ് ജനങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്നും ക്രൈസ്തവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നൈജീരിയൻ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് മാസത്തിൽ 7 വിശ്വാസികളെ ബൊക്കോ ഹറാം ഇവിടെ തലയറുത്തു കൊന്നിരുന്നു. ഫെബ്രുവരിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ അവിടെ 2 ഗ്രാമങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 162 ക്രൈസ്തവർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമ ഭീഷണികളിൽ നിന്ന് സർക്കാർ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഏറ്റവും പുതിയ അക്രമ സംഭവത്തിൽ ഉൾപ്പെടുന്നതെന്ന് ക്ലിന്റ് ലിയോൺസ് പറയുന്നു. ഭീകരരെ അടിച്ചമർത്തുന്നതിനായി US ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായവും സമ്മർദ്ദവും ഉണ്ടായിട്ടും നൈജീരിയൻ ക്രൈസ്തവർക്ക് നേരെ തുടരുന്ന ആക്രമണങ്ങളിൽ ആഗോള സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നൈജീരിയയിലെ വിശ്വാസികൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച വിവാദങ്ങളും ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ 3-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവമായി അംഗീകരിച്ച് ആരാധിച്ചിരുന്നു എന്നതിന്റെ വലിയൊരു തെളിവുമായി പുരാവസ്തു ഗവേഷകർ. റോമ സാമ്രാജ്യത്തിലെ ക്രൈസ്തവർ 3-ാം നൂറ്റാണ്ടിൽ, അതായത് AD 230 തന്നെ യേശുവിനെ ദൈവമായി ആരാധിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ് 2005 ഇസ്രയേലിൽ നടത്തിയ ഖനനത്തിൽ ലഭിച്ച മെഗീദോ മൊസൈക്ക്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വാഷിംഗ്ടൺ DC മ്യൂസിയം ഓഫ് ദി ബൈബിളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന 1800-ലധികം വർഷം പഴക്കമുള്ള ഈ മൊസൈക്ക് തറ കാണാനെത്തുന്നത്. 2026 ഡിസംബർ 31 വരെ ഈ സൗജന്യ പ്രദർശനം തുടരും. പുരാതന ഇസ്രയേലിലെ കാനാൻ പ്രദേശത്തിന്റെ ഭാഗമായ മെഗീദോയിൽ 2005 നടത്തിയ പുരാവസ്തു ഗവേഷണത്തിലാണ് ദൈവമായ യേശുക്രിസ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മൊസൈക്ക് കണ്ടെത്തിയത്. ആദ്യകാല ക്രൈസ്തവ പ്രതീകങ്ങളായ 2 മീനുകളുടെ ചിത്രങ്ങളും വരച്ചു ചേർത്ത വിശാലമായ മൊസൈക്ക് തറ ഡെഡ് സീ ചുരുളുകൾക്ക് ശേഷം ഇസ്രയേലിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലായി വിലയിരുത്തപ്പെടുന്നു. ഈ മൊസൈക്ക് തറയിൽ 3 വലിയ ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3-ാമത്തെ ലിഖിതമാണ് ലോകത്തെ അമ്പരപ്പിച്ചത്. അഗപ്തൂസ് എന്നു പേരുള്ള ധനികയായ ഒരു ക്രൈസ്തവ സ്ത്രീ അവിടുത്തെ ആരാധനയ്ക്കുള്ള മേശ സംഭാവനയായി നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയ വാചകത്തിലാണ് ദൈവമായ യേശുക്രിസ്തുവിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമൻ ഭരണാധികാരികളുടെ പീഡനങ്ങൾ ഭയന്ന് ക്രിസ്ത്യാനികൾ രഹസ്യമായി ആരാധന നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലെ ഈ പുരാതന മൊസൈക്ക് യേശു പ്രവാചകനോ മനുഷ്യനോ അല്ല, മറിച്ച് സാക്ഷാൽ ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഏറ്റവും പഴയ പുരാവസ്തു തെളിവായി കരുതപ്പെടുന്നു. ഇതിലെ മറ്റൊരു ലിഖിതം ഗായാനസ് എന്ന റോമൻ ശതാധിപനെ കുറിച്ചുള്ളതാണ്. ക്രിസ്ത്യാനികളെ വേട്ടയാടിയിരുന്ന റോമൻ സൈന്യത്തിലെ ഈ ഉദ്യോഗസ്ഥൻ തന്റെ സമ്പത്ത് നൽകി ഈ ആരാധനാലയത്തിന്റെ മൊസൈക്ക് തറ നിർമ്മിക്കാൻ സഹായിച്ചു എന്നുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ ശത്രുക്കളുടെ ഹൃദയങ്ങളെ പോലും അന്ന് രൂപാന്തരപ്പെടുത്തി എന്നതിന്റെ തെളിവായി നിലകൊള്ളുന്നു. യേശു ദൈവമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും പുരാതനമായ ഈ മൊസൈക്ക് തറ കാലഘട്ടങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത, ഭരണാധികാരികൾക്ക് മൂടിവെക്കാൻ കഴിയാത്ത ആദിമസഭയുടെ വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഛത്തീസ്ഗഡിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടെ പുറത്തു വരുന്നു. ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ അമാവേദ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജഗ്ദേവ് ഗാവുഡെ എന്നയാളുടെ വീട് സുവിശേഷ വിരോധികൾ അടിച്ചു തകർത്തു. ജൂലൈ 2 വ്യാഴാഴ്ച ഏകദേശം രാവിലെ 9 മണിക്ക് ജഗ്ദേവിനെ ഗ്രാമയോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയതായും അവിടെ വെച്ച് ക്രിസ്ത്യൻ വിശ്വാസം ഉപേക്ഷിച്ച് ഗർഭാപസി ചെയ്യാൻ അദ്ദേഹത്തിന് മേൽ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായും ആരോപിക്കപ്പെടുന്നു. ഗാവുഡെ അതിന് വിസമ്മതിച്ചപ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റുകയും ആസ്ബറ്റോസ് ഷീറ്റുകൾ കൈകൊണ്ട് നിർമ്മിച്ച മേൽക്കൂര ടൈലുകളും തകർക്കുകയും ചുമരുകളുടെ ഭാഗങ്ങൾ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗാവുഡെ ഭാര്യയോടും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുൾപ്പെടെ 4 കുട്ടികളോടൊപ്പം താമസിക്കുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ കുടുംബം തലയ്ക്ക് മുകളിൽ മേൽക്കൂരയില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഈ കുടുംബം സുവിശേഷ നിമിത്തം അല്ലെങ്കിൽ ക്രിസ്തു സാക്ഷി നിമിത്തം കടന്നു പോകുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോൾ ആരോപിക്കപ്പെട്ട കുറ്റവാളികൾ ഓടി രക്ഷപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് ഉചിതമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ക്രൈസ്തവ പ്രതിനിധികൾ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.
പാകിസ്ഥാനിൽ വ്യാജ മതനിന്ദ ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത ക്രൈസ്തവ വിശ്വാസിക്ക് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം മോചനം. 51 വയസ്സുള്ള അന്ധനായ നദീം മസിഹ് എന്ന ക്രൈസ്തവ വിശ്വാസിയാണ് മതനിന്ദ കുറ്റത്തിൽ നിന്ന് ലാഹോർ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ വിവാദ മതനിന്ദ നിയമങ്ങൾ പ്രകാരം മാസങ്ങൾ നീണ്ട നിയമ നടപടി നേരിട്ട സാധു മനുഷ്യനാണ് നദീം മസിഹ്. മുൻപ് മുഹമ്മദ് നബിയെ അപമാനിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചാണ് മാസിഹിനെ തടങ്കലിലാക്കിയത്. വധശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ ചുമത്താൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും വിവാദപരവുമായ നിയമവ്യവസ്ഥകളിൽ ഒന്നായ പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 295C പ്രകാരമാണ് മാസിഹിനെതിരെ കുറ്റം ചുമത്തിയിരുന്നത്. മാസിഹിനെതിരായ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ലാഹോറിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി കോടതി വിധിക്കുകയായിരുന്നു. ജന്മനാ അന്ധനായ മാസിഹ് വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഒകാര ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം വിധവയായ അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പം മെച്ചപ്പെട്ട ഉപജീവന മാർഗം തേടി ലാഹോറിലേക്ക് താമസം മാറ്റുകയായിരുന്നു. വൈകല്യമുണ്ടായിട്ടും ലാഹോറിലെ മോഡൽ ടൗൺ പാർക്കിൽ സന്ദർശകരെ സഹായിക്കുന്ന തരത്തിൽ ജോലി ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ പാർക്കിൽ ജോലി ചെയ്യുന്ന മറ്റു വ്യക്തികളിൽ നിന്ന് ആവർത്തിച്ചുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും വിവേചനവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. 2025 ഓഗസ്റ്റ് 21 സംഘർഷം രൂക്ഷമായി. ഇതിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചപ്പോൾ ഏതാനും പേർ ചേർന്ന് ടൗൺ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ മതനിന്ദ ആരോപണം ഉയർത്തുകയായിരുന്നു. 2025 ഓഗസ്റ്റിൽ അറസ്റ്റിലായതോടെ ആരംഭിച്ച വേദനാജനകമായ അധ്യായത്തിന്റെ അവസാനമാണ് ലാഹോർ കോടതി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അംഗീകരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. വെനസ്വേല ഭൂഖണ്ഡത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത വെനസ്വേലയുടെ വടക്കൻ തീരത്തുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ ദുരിതബാധിതരെ സഹായിക്കുവാൻ ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ സജീവമായി രംഗത്ത് വന്നു. ആഗോളതലത്തിൽ അടിയന്തര പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും അനേകരിലേക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ സമരിറ്റൻ പേഴ്സ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വെനസ്വേലയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൊളംബിയ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ ഉൾപ്പെടുന്ന ദുരന്ത നിവാരണ സംഘം മേഖലയിൽ പ്രവർത്തനം സജീവമാക്കിയതായി സംഘടന വ്യക്തമാക്കി. എമർജൻസി ഫീൽഡ് ആശുപത്രി, സോളാർ ലൈറ്റുകൾ, പുതപ്പുകൾ, വാട്ടർ ഫിൽറ്ററുകൾ എന്നിവ വെനസ്വേലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു വരികയാണെന്നും സംഘടന അറിയിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടമായവർക്കും പരിക്കേറ്റവർക്കും രക്ഷാപ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന് സമരിറ്റൻസ് പേഴ്സിന്റെ പ്രസിഡന്റ് റവറൻഡ് ഫ്രാങ്ക്ലിൻ ഡെഹാം പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയുടെ വടക്കൻ തീരത്തുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ 1500-ലധികം ഉയർന്നിരിക്കുകയാണ്. 50,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘങ്ങൾ അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജീവമായി രംഗത്തുണ്ടെങ്കിലും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 50,000-ലധികം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, അതായത് CEMന്റെ 2026-28 കാലയളവിലേക്കുള്ള ജനറൽ കമ്മിറ്റി ഭാരവാഹികളുടെ സമർപ്പണ ശുശ്രൂഷയും പ്രവർത്തനോദ്ഘാടനവും ജൂലൈ 10 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8:30 വരെ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഈസ്റ്റ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നടക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ VJ തോമസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. സഭയുടെ മിനിസ്റ്റേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറി പാസ്റ്റർ PV ചെറിയാൻ സന്ദേശം നൽകും. പാസ്റ്റർ വിൻസെന്റ് മാത്യു ജനറൽ പ്രസിഡന്റ്, പാസ്റ്റർ സാബു യോഹന്നാൻ, ബ്രദർ സന്തോഷ് കൊറ്റാമം സീനിയർ ആൻഡ് ജൂനിയർ വൈസ് പ്രസിഡന്റുമാർ, പാസ്റ്റർ പോൾസൺ VS ജനറൽ സെക്രട്ടറി, ബ്രദർ ബ്ലസൻ ജോർജ് അസോസിയേറ്റ് സെക്രട്ടറി, ബ്രദർ ബോബി മാത്യു ജനറൽ ട്രഷറർ, ബ്രദർ ജോബി T ബാബു അസോസിയേറ്റ് ട്രഷറർ, പാസ്റ്റർ സുമേഷ് സുകുമാരൻ ജനറൽ കോർഡിനേറ്റർ, പാസ്റ്റർ ജോയൽ ജോസ് മെമ്പർഷിപ്പ് സെക്രട്ടറി, ബ്രദർ ആൽവിൻ K മാത്യു ടാലന്റ് ടെസ്റ്റ് സെക്രട്ടറി, പാസ്റ്റർ ജോബിസ് ജോസ് പബ്ലിസിറ്റി കൺവീനർ, പാസ്റ്റർ ജോൺസൺ C സാം മീഡിയ സെക്രട്ടറി, പാസ്റ്റർ ജോൺ P തോമസ് ലിറ്ററേച്ചർ സെക്രട്ടറി, പാസ്റ്റർ ജോമോൻ J പ്രയർ കൺവീനർ, പാസ്റ്റർ എൽദോസ് കുര്യാക്കോസ്, പാസ്റ്റർ നിജു ബേബി, പാസ്റ്റർ ഷിബു EI, പാസ്റ്റർ പ്രവീൺ കുമാർ V, പാസ്റ്റർ സാജൻ PC, പാസ്റ്റർ സാം ആന്റണി, ബ്രദർ ഇമ്മാനുവൽ MM അംഗങ്ങൾ എന്നിവരാണ് പുതിയ ടീം CEM ജനറൽ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് TV, തിരുവനന്തപുരം. ഇനി ഗൾഫ് മേഖലയിലെ വിശേഷങ്ങളുമായി അറേബ്യൻ വാർത്തകൾ. കുവൈറ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ ഫീസ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ എംബസി. പുതുക്കിയ നിരക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. എംബസിയുടെ ഔദ്യോഗിക ഔട്ട്സോഴ്സിംഗ് ഏജൻസിയായ BLS ഇന്റർനാഷണൽ വഴിയുള്ള സേവനങ്ങൾക്കെല്ലാം പുതിയ നിരക്കുകൾ ബാധകമാകും.
ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പുതിയ ഫീസ് ഘടന പ്രാബല്യത്തിൽ വന്നതോടെ 10 വർഷത്തെ കാലാവധിയുള്ള 36 പേജുകളുള്ള സാധാരണ പാസ്പോർട്ട് ബുക്ക്ലെറ്റ് പുതുക്കുന്നതിനായി പ്രവാസികൾ ഇനി 23 കുവൈറ്റ് ദിനാർ ഫീസ് നൽകേണ്ടി വരും. നിരക്കുകളിലെ വലിയ വർധനവ് കൂടുതൽ വ്യക്തമാകുന്നത് ജംബോ പാസ്പോർട്ട് എടുക്കുന്നവരിലാണ്. 60 പേജുകളിലുള്ള ജംബോ പാസ്പോർട്ട് ബുക്ക്ലെറ്റ് പുതുക്കുന്നതിനുള്ള ഫീസ് 31 കുവൈറ്റ് ദിനാറായി ഉയർത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം അടിയന്തരമായി പാസ്പോർട്ട് ലഭ്യമാക്കുന്നതിനുള്ള തത്കാൽ സേവനങ്ങൾക്ക് 45 കുവൈറ്റ് ദിനാർ അധികമായി നൽകേണ്ടി വരും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ 5 വർഷത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിന് 16 കുവൈറ്റ് ദിനാറാണ് പുതുക്കിയ നിരക്ക്. പാസ്പോർട്ടുകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയവ എടുക്കുന്നതിനുള്ള നിരക്കുകളിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച സാധാരണ പാസ്പോർട്ടുകൾക്ക് പകരം പുതിയവ എടുക്കാൻ 46 ദിനാറും ജംബോ പാസ്പോർട്ടുകൾക്ക് 53 ദിനാറും നൽകണം. ഈ അടിസ്ഥാന എംബസി ഫീസുകൾക്ക് പുറമെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടും BLS ഏജൻസിയുടെ സർവീസ് ചാർജുകളും നികുതികളും അപേക്ഷകർ പ്രത്യേകം നൽകേണ്ടതുണ്ട്. ഇന്ത്യൻ വിസ സേവനങ്ങൾക്കും വിവിധ കാറ്റഗറി അനുസരിച്ച് വിസ പ്രോസസ്സിംഗ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ താമസമാക്കിയ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളെ, പ്രത്യേകിച്ച് ഇടത്തരം ശമ്പളക്കാരായ കുടുംബങ്ങളെയും സാധാരണക്കാരായ തൊഴിലാളികളെയും പുതിയ നിരക്ക് വർധനവ് വലിയ രീതിയിൽ ബാധിക്കും. കുടുംബസമേതം താമസിക്കുന്നവർക്ക് എല്ലാവരുടെയും പാസ്പോർട്ട് പുതുക്കേണ്ടി വരുമ്പോൾ വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നത് കനത്ത തിരിച്ചടിയാണ്. കുവൈറ്റ് ഭരണകൂടം അടുത്തിടെ റെസിഡൻസി ഫീസുകളും മറ്റും വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിരക്ക് വർധനവ് വന്നിരിക്കുന്നതെന്നത് പ്രവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. ജൂൺ 3 താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന സർവീസുകൾ ജൂലൈ 1 മുതൽ പുനരാരംഭിച്ചു. പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4 വഴിയാണ് സർവീസുകൾ നടത്തുക. സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരുന്ന മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസി യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുകയാണ് ഈ പുതിയ തീരുമാനം. ദിവസവും പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സർവീസുകൾ ക്രമീകരിച്ചത്. കൃത്യസമയത്തുള്ള യാത്ര ഉറപ്പാക്കാൻ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുനരാരംഭിച്ച സർവീസുകൾ വഴി പ്രവാസികൾക്ക് ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ എയർലൈൻസ് കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നീ നഗരങ്ങളിലേക്ക് കണക്റ്റിംഗ് സർവീസുകൾ ഒരുക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തും. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. ഇനി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ശ്രദ്ധിക്കാം. ബൈബിൾ വിവർത്തകൻ ഇനി സോളമൻ ദ്വീപുകളുടെ അധിപൻ. തെക്ക് പടിഞ്ഞാറൻ പസഫിക്കിലെ ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനി, വാനവാട്ടു തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമീപമുള്ള സോളമൻ ദ്വീപുകളിലെ പുതിയ നായകൻ, അതായത് പുതിയ പ്രധാനമന്ത്രി, ആ രാജ്യത്തിലെ ദൈവവചനത്തിന്റെയും കാവലാളാണ്. മലയറ്റ ദ്വീപ് സമൂഹത്തിലെ വാലാ ഭാഷ സംസാരിക്കുന്നവർക്ക് ദൈവവചനം സ്വന്തം ഭാഷയിൽ ലഭ്യമാക്കണമെന്ന സ്വപ്നവുമായി ആരംഭിച്ച ഒരു പരിഭാഷാ ശുശ്രൂഷയുടെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്നു മാത്യു വെയിൽ. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോളമൻ ദ്വീപുകളിലെ മലൈറ്റ ദ്വീപിൽ താമസിക്കുന്ന ഏകദേശം 8000 വാലാ ഭാഷക്കാർക്ക് വർഷങ്ങളോളം സ്വന്തം ഭാഷയിൽ ബൈബിളോ പഠന സാമഗ്രികളോ ഉണ്ടായിരുന്നില്ല. സഭകളിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പലർക്കും അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ സാഹചര്യം മാറ്റണമെന്ന് ആഗ്രഹിച്ച മാത്യു വെയിൽ 2002 വാലാ ഭാഷയിലെ പുതിയ നിയമ വിവർത്തന പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരികയായിരുന്നു. വിക്ലിഫിന്റെ സാങ്കേതിക സഹായത്തോടെ വിവിധ സഭാ പശ്ചാത്തലങ്ങളിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നിപ്പിച്ച് അദ്ദേഹം ഒരു വിവർത്തന സംഘം രൂപീകരിച്ചു. സമീപ ദ്വീപിലെ ഭാഷയായ ക്വാറായെ ഭാഷയിലെ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കി വിവർത്തന പ്രവർത്തനം ശക്തമാക്കി. സമൂഹ പരിശോധനകളിലൂടെ ഭാഷയുടെ സ്വാഭാവികതയും വ്യക്തതയും ഉറപ്പാക്കിയതോടെ ജനങ്ങൾ വിവർത്തനത്തെ ആവേശപൂർവ്വം സ്വീകരിച്ചു. വിവർത്തനത്തിന്റെ സ്വാധീനം മാത്യു വെയിലിന്റെ സ്വന്തം കുടുംബത്തിലും പ്രകടമായി. വാലാ ഭാഷയിൽ മർക്കോസിന്റെ സുവിശേഷം വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് കണ്ണീരണിഞ്ഞതായി അദ്ദേഹം ഓർക്കുന്നു. വർഷങ്ങളായി കേട്ടിരുന്ന സുവിശേഷ സന്ദേശം സ്വന്തം മാതൃഭാഷയിൽ കേട്ടപ്പോൾ അത് ഹൃദയത്തെ കൂടുതൽ ആഴത്തിൽ സ്പർശിച്ചതായി അദ്ദേഹം മനസ്സിലാക്കി. 5 വർഷത്തെ പരിശ്രമത്തിന് ശേഷം 2008 വാലാ പുതിയ നിയമം ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ടു. ഇതോടൊപ്പം തന്നെ ബാല്യകാലത്ത് ശരിയായ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ച മാത്യു വെയിൽ സമൂഹത്തിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി വിദ്യാഭ്യാസ, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും
ജനോപകാരപ്രദമായ ഇതര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു വന്നിരുന്നു. തന്മൂലം അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും വലിയൊരു ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രാദേശിക തലത്തിൽ പല സ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2008 വാല ഭാഷയിലെ പുതിയ നിയമം പൂർത്തിയായ വർഷം തന്നെ ദേശീയ പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്നത് പുതുതായി പ്രസിദ്ധീകരിച്ച വാല പുതിയ നിയമമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ സമൂഹ സേവനത്തിലും ദേശീയ നേതൃത്വത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മാത്യു വെയിൽ 2026 സോളമൻ ദ്വീപുകളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മാത്യു വെയിൽ ഇക്കഴിഞ്ഞ മെയ് 14 സോളമൻ ദ്വീപുകളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സേവനമായി അദ്ദേഹം ഇപ്പോഴും ബൈബിൾ വിവർത്തന പ്രവർത്തനത്തെയാണ് കണക്കാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളിലുമുള്ള ഏറ്റവും വലിയ സംതൃപ്തി വിവർത്തന ശുശ്രൂഷയിൽ നിന്നാണ് ലഭിച്ചത്, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സോളമൻ ദ്വീപുകളിലെ 65ലധികം ഭാഷാ സമൂഹങ്ങൾക്കിടയിൽ ബൈബിൾ വിവർത്തന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. വാല പുതിയ നിയമം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിലെ ബൈബിളുകൾ ദേശീയ പാർലമെന്റിൽ സ്ഥിര പ്രദർശനമായി സൂക്ഷിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഭാഷ ആത്മീയ പാരമ്പര്യത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. 1568 പെട്രോസ് സാർമിയന്റോ ഡി കമ്പോവ എന്ന യൂറോപ്പുകാരനാണ് സോളമൻ ദ്വീപുകളെ കണ്ടെത്തിയത്. 1800കളോടെ മിഷണറിമാർ ഈ ദ്വീപുകളിൽ എത്തിത്തുടങ്ങി. മെലനേഷ്യൻ വംശജരാണ് ഇവിടുത്തെ ആദിമവാസികൾ. പിന്നീട് പോളിനേഷ്യൻ കുടിയേറ്റക്കാരും ദ്വീപിൽ വാസമുറപ്പിച്ചു. മൊത്തം 990 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് സോളമൻ ദ്വീപുകൾ. ആദ്യകാലത്ത് തന്നെ ദ്വീപിലേക്ക് പ്രവേശിച്ച മിഷണറിമാരാണ് ഈ ദ്വീപ് സമൂഹത്തിന് സോളമൻ ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തതെന്നും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ കുടിയിറക്കി ഭീഷണിയിൽ. വനത്തിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും പലായനം ചെയ്ത് 26ലധികം കുടുംബങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്ര പരമ്പര നിർമ്മിക്കാൻ BBC ഒരുങ്ങുന്നു. 2027 സംപ്രേഷണം ചെയ്യും. നൈജീരിയയിൽ വീണ്ടും ഭീകരാക്രമണം. പാസ്റ്റർ അടക്കം 22 ക്രൈസ്തവർ ദാരുണമായി കൊല്ലപ്പെട്ടു. യേശുവിന്റെ ദൈവത്വം പ്രഖ്യാപിക്കുന്ന ആദിമ സഭയുടേതെന്ന് കരുതുന്ന പുരാവസ്തു അമേരിക്കയിലെ മ്യൂസിയം ഓഫ് ദി ബൈബിളിൽ പ്രദർശനത്തിനെത്തി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ക്രൈസ്തവന്റെ വീട് തല്ലിത്തകർത്ത് സുവിശേഷ വിരോധികൾ. മതനിന്ന ആരോപണം പൊളിഞ്ഞു. അന്ധനായ ക്രൈസ്തവ വിശ്വാസിയെ പാകിസ്ഥാൻ കോടതി വെറുതെ വിട്ടു. ജെൻസി തലമുറ യേശുവിൽ കൂടുതൽ ആകൃഷ്ടരാണോ? പുതിയ സർവേ ഫലവുമായി US-ലെ ലൈഫ് വേ റിസർച്ച് സെന്റർ. വെനിസ്വേലയിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ സജീവമായി രംഗത്ത് വന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ CEM ജനറൽ കൗൺസിലിന് പുതിയ ഭാരവാഹികൾ. പ്രവർത്തനോദ്ഘാടനം ജൂലൈ 10 കൊട്ടാരക്കരയിൽ. പ്രവാസികൾക്ക് കനത്ത പ്രഹരം. കുവൈറ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ ഫീസ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ എംബസി. കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന സർവീസുകൾ ജൂലൈ 1 മുതൽ പുനരാരംഭിച്ചു. സ്പെഷ്യൽ സ്റ്റോറി: ബൈബിൾ വിവർത്തകൻ ഇനി സോളമൻ ദ്വീപുകളുടെ അധിപൻ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. നിങ്ങളുടെ സഭകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ വാർത്തകളും ഈ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമസ്കാരം.